ഒരു കുടുംബത്തിൻ്റെ ഒരു സൊസൈറ്റിയുടെ അടിസ്ഥാന ഘടകമാണ് ഒരു കുടുംബം എന്നത്. ആ കുടുംബത്തിൻ്റെ തുടക്കം എന്നത് വൈവാഹിക ജീവിതത്തിലൂടെ തന്നെയാണ്. ആ വൈവാഹിക ജീവിതത്തിലെ ബന്ധത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മവദത്ത് അഥവാ പ്രണയം എന്നാണ്. എന്നാലോ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? സുരക്ഷിതത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചിറകുകൾ വിരിച്ചു കൊടുക്കുന്ന വിശാലമായ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു കരുതലിൻ്റെയും പ്രാർത്ഥനയുടേതുമാണ്. എന്നാൽ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അന്ത്യനാളിൽ ആ ജഡ്ജ്മെന്റിന്റെ ദിവസത്തിൽ എന്നോടൊപ്പം ഏറ്റവും അടുത്തിരിക്കുന്നവർ കുടുംബബന്ധം കൂട്ടിയോജിപ്പിക്കുന്ന സഹോദരന്മാരാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഈ മനുഷ്യബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഈ കണ്ണിയായ സ്നേഹത്തിന് വ്യത്യസ്ത പ്രത്യേകതകളുണ്ട്. അതിൽ 3 പ്രത്യേകതകൾ. ഒന്ന്, അത് അള്ളാഹുവിനെ മുൻനിർത്തിയായിരിക്കണം. രണ്ടാമത്തേത് ആത്മാർത്ഥമായിട്ടുള്ളതായിരിക്കണം. മൂന്നാമത്തേത് അത് പ്രകടമായിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും പ്രകടമല്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്ന നിലയിലും തെറ്റിദ്ധാരണകളിലൂടെയാണ് ഞാൻ എൻ്റെ പല കേസുകളും കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നത്. പരസ്പരം ചളിവാരി എറിയുന്ന സഹോദരങ്ങളെ കാണുന്നത്, അതല്ലെങ്കിൽ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണുന്നത്. ഇനി മക്കളാണെങ്കിലോ ഒരു മുട്ട വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞിന് കോഴിമുട്ടയോട് തോന്നുന്ന വികാരം പോലും ഇല്ലാത്ത പല മക്കളെയും ഞാൻ എൻ്റെ കൗൺസിലിംഗ് സെഷനിൽ കണ്ടിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. അതിൽ ഞാനൊരു അനുഭവം പറയട്ടെ. ഏകദേശം 1 മാസം മുമ്പേ എൻ്റെ അടുത്ത് ഒരു 24 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ എൻ്റെ മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയായിരുന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷെ എന്ത് സഹായിക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ, എന്ത് സഹായമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കുടുംബം വല്ലാത്തൊരവസ്ഥയിലാണ്. എൻ്റെ കുടുംബത്തിലെ 7 പേര് 3 മാസം ജയിൽവാസം കഴിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്നെ സഹായിക്കണം. എൻ്റെ പഠനം, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, സമൂഹത്തിൽ ഞങ്ങളുടെ നിലനിൽപ്പ്, അഭിമാനം, ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന സംഭവത്തിന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അവരുടെ കുടുംബത്തിൽ മൂത്താപ്പാൻ്റെ ഒരു പേരക്കുട്ടി, ഒരു ചെറിയ പെൺകുട്ടി, ഒരു അമ്മായിയുടെ മകനിൽ നിന്നും ഒരു മോശമായ പ്രവൃത്തിക്ക് വിക്ടിമാവുകയും അത് സ്കൂൾ ടീച്ചേഴ്സ് കണ്ടെത്തുകയും അത് അവർ ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ റിപ്പോർട്ട് ചെയ്ത് ഉമ്മയെയും മകളെയും വിളിപ്പിച്ച് സംസാരിക്കുമ്പോൾ ആ ഉമ്മയുടെ കുടുംബത്തോടുള്ള എല്ലാ വെറുപ്പും വിദ്വേഷവും എല്ലാ വിദ്വേഷങ്ങളും എല്ലാം ആ ഉമ്മ അതിന് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരമായി എടുക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒരു കുടുംബത്തിൻ്റെ ആ കുട്ടിയുടെ ഉപ്പപ്പ, ആ കുട്ടിയുടെ മൂത്താപ്പ, ആ കുട്ടിയുടെ എളാപ്പ, ആ കുട്ടിയെ ആരൊക്കെ തലോടിയത്, ആ തലോടിയവരെ എല്ലാം ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന ഒരവസ്ഥ വന്നു. ഒരു സൈക്കോളജിസ്റ്റ് അത്രയും ക്രൂരമായ ഒരു അവസ്ഥ ആ ചെറിയ പെൺകുട്ടികൾ കണ്ടപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അതൊരു ചെറിയ കുട്ടിയല്ലെന്ന തോന്നലിൽ നിന്ന് മോളെ ആരൊക്കെ തൊട്ടിട്ടുണ്ട്, ആരൊക്കെ ഇവിടെ എന്തെല്ലാം ചെയ്തിട്ടെന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ മറുപടികളെ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും 3 മാസം അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുകയുണ്ടായി. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ മൃഗത്തെക്കാൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമെന്നതിൻ്റെ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് നാളെ ഇത് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ കുടുംബത്തോട് എങ്ങനെയാവണമെന്ന് എനിക്ക് പറയാനുള്ള ഒരു അവസരം, എനിക്ക് എങ്ങനെ മാറണമെന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സർഗാത്മകതയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്ന സ്നേഹമെന്നത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന, ഒത്തൊരുമിക്കുന്ന, കൂട്ടിച്ചേരുന്ന, ചേർത്ത് പിടിക്കുന്ന കുടുംബങ്ങളാവണമെങ്കിൽ നാം എന്ത് മാറണമെന്ന് ചെറിയൊരു ചോദ്യം
എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതിനിടയിലാണ് എന്നെ ഒരു ഫാമിലി കൗൺസിലർ എന്ന നിലയിൽ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ കുടുംബ ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളാണ് എനിക്ക് വന്നിട്ടുള്ളത്. ആ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം പറയണമെന്നും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് പല ചോദ്യങ്ങളും എനിക്ക് തോന്നുന്നു അപ്രിയ സത്യങ്ങളായിരിക്കും കേൾക്കുമ്പോൾ. പക്ഷേ ഞാനിവിടെ ബീരാൻകുട്ടി ഇക്കൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, തലമുറയുടെ മാറ്റത്തിന് വേണ്ടി കാലഘട്ടത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയണം. ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കൾച്ചറൽ ഷിഫ്റ്റിനെയും ജനറേഷൻ ഗ്യാപ്പിനെയും എങ്ങനെ മറികടക്കാം എന്നതാണ്. പല കുടുംബങ്ങളിലെയും സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ചോദ്യം ഇതാണ്. ജനറേഷൻ ഗ്യാപ്പ് എന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. കുട്ടിക്കാലത്ത് എൻ്റെ വല്യമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് കണ്ണെഴുതുമ്പോൾ, ഞങ്ങളൊന്ന് ഇത്തിരി വൈകുമ്പോൾ പറഞ്ഞിരുന്നു, ഈ കാലഘട്ടത്തിലെ മക്കളെ ബുദ്ധിമുട്ടാണ് നോക്കാനെന്ന്. എൻ്റെ ഉമ്മയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ മകളെക്കുറിച്ചും ഞാൻ പറയും, പുതിയ ജനറേഷൻ വല്ലാത്തൊരു ജനറേഷൻ എന്ന്. ഐഫോണിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നാൽ നമ്മൾ പഴയത് മറക്കുന്നത് പോലെ പലപ്പോഴും നമ്മൾ വളരുമ്പോൾ ആ പ്രായത്തിലൂടെ കടന്നു പോകുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, അല്ലേ? ഈ ഒരു കൂടിച്ചേരൽ എനിക്ക് തോന്നുന്നു നമ്മൾ നഷ്ടപ്പെടുത്തിയതിൻ്റെയും നഷ്ടപ്പെടുത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ഒരു കൂട്ടിയോജിക്കലാണ് ഈ കുടുംബസംഗമെന്ന്. അതായത് നമ്മൾ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലായിരുന്നു, നമ്മുടെ ഫാമിലി സ്ട്രക്ചർ മാറി. അപ്പം ഈ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ പലതും നമ്മൾക്ക് കിട്ടിയത് ഇന്നൊരു നഷ്ടബോധമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്, അല്ലേ? അവിടെ നല്ല രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. മൂത്താപ്പാൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ മൂത്താപ്പാൻ്റെ കുട്ടികൾ ഒരിക്കലും ബുദ്ധിമുട്ടൂലായിരുന്നു. എളാപ്പാൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ഒരിക്കലും എളാപ്പാൻ്റെ മക്കള് പഠിക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായില്ല, പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, അയൽവാസികൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു നേരം എനിക്കറിയാം, ആ ഒരു കാലഘട്ടത്തിൽ 60 കഴിഞ്ഞ ഇവിടെ ഇരിക്കുന്ന പല ഉപ്പമാരും ഉമ്മമാരും അനുഭവിച്ച പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മയൊക്കെ എനിക്കറിയാം. പറപ്പൂർ IUHSന്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ കുടുംബത്തിലെ പറപ്പൂർ പഞ്ചായത്തിൽ ആര് പഠിച്ചോ അവരൊക്കെ അന്ന് ഉച്ചഭക്ഷണത്തിന് എൻ്റെ വീട്ടിലാണ് വന്നിരുന്നത്. പലപ്പോഴും എൻ്റെ ഉമ്മാക്ക് ചോറില്ലെങ്കിൽ പോലും ഒരു പ്രാവശ്യം പോലും ഞാനത് അന്ന് ഉമ്മ പരാതി പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്കൊക്കെ അതിന് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമുക്കത് പറ്റില്ല. പക്ഷേ അവിടെയും നമുക്ക് ഒരുപാട് പരാതികളുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് നികത്താനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലേ? സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത, സ്വന്തമായിട്ടൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത, സ്വന്തം മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റാത്ത, ആണായാലും പെണ്ണായാലും, ഞാൻ പെണ്ണിനെ മാത്രം പറയുന്നില്ല, ഒരുപാട് അനുഭവങ്ങളും പരാജയങ്ങളും ഒക്കെ സംഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് എല്ലാ തരത്തിലും സന്തോഷം നൽകുന്നതായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തെ ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു, അല്ലെ? പക്ഷേ ആ ഒരു നികത്തലിന്റെ ഭാഗമായിട്ട് അണുകുടുംബ വ്യവസ്ഥ വരികയും അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടു, അല്ലേ? എല്ലാവരും അവനവന്റെ സന്തോഷത്തിലേക്ക് മാറി, അവനവന്റെ സൗകര്യത്തിലേക്ക് മാറി, എല്ലാവരും അവനവന്റെ ലോകത്ത് ജീവിച്ചപ്പോൾ പലതും നമുക്ക് നഷ്ടമായി, അല്ലേ? അന്ന് കുട്ടികൾ വളരലായിരുന്നു, ഇന്ന് മക്കളെ വളർത്താണ്. കൈ വളരുന്നോ കാല് വളരുന്നോ എന്നോർത്തുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് പക്ഷെ നമുക്ക് മക്കളെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഒറ്റപ്പെടലിന്റെ ഒരു വേദനയുണ്ട്, വല്ലാത്തൊരു ഡിപ്രഷനും പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളിലേക്കും ഇന്ന് അണുകുടുംബ വ്യവസ്ഥയിലെ സ്ത്രീകളും പുരുഷന്മാരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോ ഒന്നിൽ നിന്നുള്ള നഷ്ടപ്പെടലിന് വേണ്ടി, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി അടുത്തൊരു ഫാമിലി സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നുള്ള നമ്മളുടെ ഒരു നികത്തല്, കുറവുകളെ നികത്തുന്നതിന് വേണ്ടിയിട്ട്, പഴയതിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. പിന്നെ ഇവിടെ ചോദിച്ച ഒരു ചോദ്യം, 50 വയസ്സുകാരായ സദാചാര, ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത്, 50 കഴിഞ്ഞ സദാചാര ഗുണ്ടയോട് ഒന്ന് വഴിമാറി തരാൻ പറയൂ, തേക്കിൽ ഫാമിലിയിലെ മക്കളൊന്ന് പറന്നുയരട്ടെ എന്ന്.
എനിക്ക് ആ മോനായാലും മോളായാലും എനിക്ക് പറയാനുള്ളത്, ഈ 50 വയസ്സുകാരൻ്റെ വിയർപ്പും പല ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളും എല്ലാം മാറ്റിവെച്ചതുമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല ആനുകൂല്യങ്ങളുമെന്ന്. ആ ഒരു ബോധത്തോടെ നിങ്ങൾ കുടുംബത്തെ കണ്ടാൽ, നിങ്ങൾ ആ 50 വയസ്സുകാരനെ കണ്ടാൽ, ആ സദാചാരത്തിൽ പലതും നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണെന്ന് നാളെ നിങ്ങൾക്ക് തിരിച്ചറിയുമെന്നാണ് പറയാനുള്ളത്. അടുത്തതായി എനിക്ക് ഈ 50 വയസ്സുകാരോട് പറയാനുള്ളത്, ജീവികളിൽ ഏറ്റവും അഡാപ്റ്റീവ് കപ്പാസിറ്റി, എന്തിനോടും സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പുതിയതിനെ എല്ലാറ്റിനെയും എതിർക്കണ്ട. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മക്കളെ നമ്മളെ വളർത്തിയതുപോലെ വളർത്തരുത്. കാരണം അവര് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന്. നമ്മൾ ഇന്നലെകളിലേക്കല്ല നമ്മളെ മക്കളെ കൊണ്ടുപോകേണ്ടത്, നാളെകളിലേക്കാണ്. നിങ്ങൾക്ക് പലതും സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ചിലതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എപ്പോഴും ഉപദേശത്തിന്റെ പിന്നാലെ പോയി, അടിച്ചമർത്തലിന്റെ പിന്നാലെ പോയിട്ട് നിങ്ങൾ ഒരിക്കലും മക്കളെ വളർത്തരുത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, 7 വയസ്സ് വരെ മക്കളോടൊപ്പം കളിക്കുക, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കർമ്മങ്ങളെ പഠിപ്പിക്കുക, 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ കൂട്ടുകാരാക്കുക, 21 വയസ്സ് കഴിഞ്ഞാൽ അവരെ ഒന്ന് ഫ്രീ ആക്കി വിടുക. അവര് തീരുമാനമെടുത്തോളും. പക്ഷേ ഈ 7 വയസ്സ് വരെ ആയിരിക്കും ഏതൊരു കുട്ടിയും കുടുംബത്തിന്റെ, അമ്മായിമ്മ പോരിന്റെ, ഭാര്യ ഭർത്താവ് ബന്ധത്തിന്റെ എല്ലാത്തിൻ്റെയും വിക്റ്റിമായി മാറിയിട്ടുണ്ടാവുക അല്ലെ? ഇങ്ങോട്ട് തിരിച്ചടിക്കാൻ പ്രായത്തില് എല്ലാ പ്രതിഷേധങ്ങളും ഉമ്മമാര് കൊടുക്കല മക്കളിലായിരിക്കും. അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ തുടക്കമാണ് അവിടെ. പക്ഷേ അവന്റെ സ്ക്രിപ്റ്റ്, അവന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് അവന്റെ കുടുംബങ്ങളിൽ നിന്ന്, അവന്റെ സൊസൈറ്റി, അവന്റെ കുടുംബമാണ്, അയൽവാസികളാണ്. പക്ഷെ അവൻ വളർന്നു വരുമ്പോൾ, അവൻ ടീനേജിലേക്ക് എത്തുമ്പോൾ അവൻ മനസ്സിലാക്കിയത് പലതും അവന്റെ ഉള്ളിൽ കിടന്നു പിടക്കും. ഇതാണോ ശരി? ഐഡന്റിറ്റി ക്രൈസിസിന്റെ കാലഘട്ടം, അതാണോ ശരിയെന്ന്? ആ സമയത്ത് നമുക്ക് പല തിരിച്ചടികളും അവൻ തരും. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്, 10 വയസ്സ് മുതൽ അവനെ കർമ്മങ്ങൾ പഠിപ്പിക്കാൻ ശീലിപ്പിക്കണം. എൻ്റെ അടുത്ത് വരുന്ന പല ഉമ്മമാരും കരഞ്ഞു പറയലുണ്ട്, ഇവൻ നിസ്കരിക്കലില്ല. 10 വയസ്സ് മുതൽ നിങ്ങളെ കൂടെ നിർത്തി നിസ്കരിപ്പിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു നിസ്കാരത്തിന്റെ അന്തരീക്ഷം കൂട്ടമായിട്ട്, നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ ആ ഇബാദത്ത് കൂട്ടമായിരിക്കുന്ന ഒരു വീട്ടിലെ കുട്ടിയാണെങ്കിൽ അവനത് എടുക്കാൻ പ്രയാസമുണ്ടാവില്ല. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവനെ നിങ്ങൾ കൂട്ടുകാരാക്കുക. അവനിൽ തെറ്റുകൾ ഉണ്ടാകും. പലപ്പോഴും തെറ്റുകൾ കാണുമ്പോൾ പാരൻസ് വളരെ മോശമായി കുട്ടികളെ വഴക്ക് പറയാറുണ്ട് അധ്യാപകരുടെ മുമ്പിൽ വെച്ച്. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ച് മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. നമ്മളുടെ ഈ 5 വിരലുകൾ പോലെ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അവനെയല്ല നിങ്ങൾ മാറ്റി നിർത്തേണ്ടത്, പലപ്പോഴും അവന്റെ തെറ്റിനെയാണ് മാറ്റി നിർത്തേണ്ടത്. ആ തെറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ കുടുംബമുണ്ട്, ഞാൻ ഇന്നത് ആവർത്തിക്കരുതെന്ന് ഒരു മെസ്സേജ് പലപ്പോഴും അവന് കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ 21 വയസ്സായിട്ടുണ്ടെങ്കിൽ അവനെ ഫ്രീ ആക്കി വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്കയിലെ അമീഷ് സമുദായത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 16 വയസ്സ് വരെ അവരവരുടെ കുട്ടികൾ, ഒരു ക്രിസ്ത്യൻ കൾച്ചറാണ് ഏകദേശം അവരുടേത്. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം. അവരൊന്നും കുട്ടികൾക്ക് ഒരു ചിത്രം വരയ്ക്കാൻ അയക്കൂല, വേറെ മൊബൈൽ യൂസേജ് ഇല്ല, ഒന്നും ഈ ലോകത്തിന്റെ ഒന്നും കൊടുക്കാതെ അവരുടെ മതങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട്, അത് കാണിച്ചു കൊടുത്തുകൊണ്ട് 16 വയസ്സ് വരെ അവനെ പഠിപ്പിച്ചിട്ട് 16 വയസ്സിന് ശേഷം 2 വർഷത്തേക്ക് അവനെ ലോകം എക്സ്പ്ലോർ ചെയ്യാൻ വിടുകയാണ്. ഈ ലോകമാണോ വേണ്ടത്, അതോ ധാർമ്മികതയുടെ ലോകമാണോ വേണ്ടത് എന്ന് അവന് തീരുമാനമെടുക്കും. 21 വയസ്സ് വരെ നമ്മൾ കൊടുക്കുന്ന പലതും 21 വയസ്സിന് ശേഷം നമ്മളിലേക്ക് അടുക്കണോ, നമ്മളിൽ നിന്ന് വിട്ടുപോകണോ എന്ന് അവന് തീരുമാനിക്കും. പിന്നെ
എൻ്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പല കാഴ്ചപ്പാടുകളും നിങ്ങളുടെ പല തീരുമാനങ്ങളും തെറ്റായിരിക്കാം. കാരണം സയൻസ് പറയുന്നു നമ്മളുടെ ഫ്രോണ്ടൽ ലോബിന്റെ വളർച്ച, അത് പക്വതയുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളും ഉണ്ട്, അതിന് ഓരോ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. പക്ഷേ ആ ഫ്രോണ്ടൽ ലോബാണ് നമുക്ക് പക്വത വരുത്തുന്നത്. അതിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത് ഒരിക്കലും നിങ്ങളുടെ ടീനേജിലല്ല, നിങ്ങൾക്കൊരു 22 23 വയസ്സാവുമ്പോഴാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു പക്ഷേ നിങ്ങളെടുക്കുന്ന തീരുമാനം തെറ്റായി പോകാം. അതിന് പക്വതയുള്ള തീരുമാനങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നിന്നായിരിക്കും പലപ്പോഴും പറയുക. ചിലപ്പോൾ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകളെ നിർത്തി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പ്രണയം തെറ്റാണോ? ഒരു പെൺകുട്ടി പാർട്ട്ണറെ പ്രപ്പോസ് ചെയ്യുന്നത് തെറ്റാണോ? ഖദീജ ബീവിയുടെ പ്രണയവും പടച്ചോനല്ലേ തരുന്നത്, ഞങ്ങളുടെ പ്രണയവും പടച്ചോനല്ലേ തന്നത്? എനിക്ക് വന്ന രസകരമായ ഒരു മെസ്സേജാണ്. ഞാൻ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രീമറിറ്റൽ എഡ്യൂക്കേഷൻ ട്രെയിനറായി പല കോളേജുകളും പോകാറുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക കോളേജിലും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ SMFന്റെയും പ്രീമാറ്റൽ എഡ്യൂക്കേഷൻ ട്രെയിനറാണ്. ഈ ഒരു ചോദ്യം പല വഴികളിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ചോദ്യമാണ്. പ്രണയം തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തെറ്റല്ല. അത് വളരെ സുന്ദരമായ അനുഭൂതി തരുന്ന ഒരു സംഭവമാണ്, ഒരു ഫീലിംഗ് ആണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണത്? ഓരോരുത്തരുടെ പ്രണയ വികാരങ്ങളും വ്യത്യസ്തമാണ്. സ്നേഹത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്, അസൂയയെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുപോലത്തെ പ്രണയത്തെയും ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. പക്ഷേ അത് ആരോട്, എപ്പോ, എങ്ങനെ, എന്തിന് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാലേ, പണ്ടത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു പക്വതയുടെ പ്രണയം അവിടെ ഉണ്ടായിരുന്നു അല്ലെ, ആണിനായാലും പെണ്ണിനായാലും അല്ലെ. പണ്ടൊക്കെ നമ്മൾ പറയൂലേ, കാനന ചോലയിൽ ആടുമയ്ക്കാന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അവിടെ കാമുകം പറയുന്നുണ്ട്, നീ പാടില്ല, നമ്മൾ അരുതാത്തതൊന്നും ചെയ്തു പോകരുത്, നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ വാക്ക് കൊടുത്താലും സമൂഹത്തെ, കുടുംബത്തെ ഒക്കെ മാനിച്ചിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കാലം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയപ്പോൾ ഡാഡിയും മമ്മിയും വീട്ടിലില്ല, താക്കോലവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്, പുറത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഉപ്പ ഉണ്ടായാലും ഉമ്മ ഉണ്ടായാലും 4 ആങ്ങളമാരും വാപ്പയുമുള്ള വീട്ടിലേക്ക് സുഹൃത്തുക്കളെ റൂമിലേക്ക് കയറ്റിയ പെൺകുട്ടികളെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രണയം ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഖദീജ ബീവി മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും നേരിട്ട് പോയിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. ചരിത്രം പറയുന്നത് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നോക്കിയിട്ട് ഒരു ദൂതനയച്ചിട്ട് കുടുംബങ്ങളാണ് ആ ഒരു പ്രപ്പോസൽ നടത്തി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ കാണുന്നതും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നതും എല്ലാം അയാളുടെ തേനലിപ്പിച്ച വാചകങ്ങളെല്ലാം തന്നെ പലപ്പോഴും, ഞാൻ എല്ലാ പ്രണയങ്ങളെ കുറിച്ചല്ല പറയുന്നത്, അതൊരാളുടെ ബിഹേവിയർ കണ്ടിട്ടാണ്. നമ്മൾ ഒരിക്കലും ഒരാളുടെ ബിഹേവിയർ കണ്ടിട്ട് അയാളെ ക്യാരക്ടർ, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രണയം പലതരത്തിലുണ്ട്. അതിവിടെ ഞാൻ പറയുകയാണ്. പ്രണയം പലപ്പോഴും ലെസ്റ്റ് അഫയേഴ്സ് ഉണ്ട്. എൻ്റെ ചോദ്യകർത്താക്കളെ ആ പ്രായക്കാരായതുകൊണ്ട് ഇതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി ഒന്നും കൂടി മെസ്സേജ് അയക്കാം, ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യും. എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എൻ്റെ കാരണവർമാർക്ക് മുമ്പിൽ പറയുന്ന പല കാര്യങ്ങൾക്കും. ലെസ്റ്റ് അഫെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ശരീരത്തോടുള്ള പ്രണയം. പിന്നെ ഇമോഷണൽ അഫെയർ ഉണ്ട്. രാത്രി 10 മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് വിളിച്ച് സപ്പോർട്ട് തരിക. പപ്പാന്റെ കുറ്റവും ഉമ്മാന്റെ കുറ്റവും, ഉമ്മ രാവിലെ അടിച്ചതും ബ്രദർ ഷാളിടാതെ പുറത്തു പോയപ്പോൾ ചീത്ത പറഞ്ഞതും ഒക്കെ പറയാനുള്ള ഒരു ഇമോഷണൽ അഫെയർ. അതേപോലെ തന്നെ റിവഞ്ച് അഫെയർ ഉണ്ട്. എൻ്റെ വാപ്പ എൻ്റെ ഇഷ്ടങ്ങളൊന്നും തരുന്നില്ല, ടൂറ് പോകാൻ അയക്കുന്നില്ല, അങ്ങനെയും കുട്ടികളുണ്ട്. ഇത് മാരിറ്റൽ ലൈഫിലും കാണുന്നുണ്ട്. ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ വാശിയോടെ മറ്റൊരാളെ പ്രണയിക്കുന്ന ഒരു റിവഞ്ച് അഫെയർ ഉണ്ട്, അവസ്ഥ ഇവിടെയുണ്ട്. പിന്നെ ഇമാജിനറി അഫെയർ, ബോഡി സോൾ അഫെയർ. ഇത് ഓരോരുത്തരും ആ പ്രായക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ചോദ്യകർത്താവിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഏത് പ്രണയമാണ് നിങ്ങളിലുള്ളതെന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഏത് പ്രണയമായാലും മാരിറ്റൽ ലൈഫായാലും നമ്മളെ സ്വപ്നങ്ങളെ വളർത്തുന്നതായിരിക്കണം.
നമ്മളുടെ ഐഡന്റിറ്റി നിലനിർത്തുന്നതായിരിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെ? ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവര് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുടുംബവും സമൂഹത്തിലും ഒരുപോലെ ഞാൻ മുന്നോട്ട് പോകുന്ന, അത് ബാലൻസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം അവരെന്നെ ഒരു ഫാമിലി കൗൺസിലർ എന്ന നിലയിലുമായിരിക്കാം അവരെന്നെ സെലക്ട് ചെയ്തത്. പക്ഷേ ഇന്നിവിടെ നിൽക്കുന്ന എന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അത് എന്റെ ഐഡന്റിറ്റിയാണ്. നിങ്ങളും നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. അവിടെയാണ് എപ്പോഴും സൊസൈറ്റിയിൽ നമ്മളുടെ സ്ഥാനം, നമ്മുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യപ്പെടും. നമ്മൾ എന്താണ്, നമ്മൾ എവിടെയാണ്, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് മാന്യത കൽപ്പിക്കണമെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തി ഒരു എന്താ പറയുക വസ്ത്രധാരണം, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മുൻതൂക്കം കൊടുക്കണം. അപ്പൊ തൻ്റെ ഇടം പറയുന്നത് തൻ്റെ ഇടം കാണിച്ചിട്ട് ഇറങ്ങി പോക്കലുകളല്ല, അധികാരം കാണിക്കലുകളല്ല. പക്ഷേ തൻ്റെതായ ഒരു ഇടം സൊസൈറ്റിയിലും കുടുംബത്തിലും നിലനിർത്തുക എന്നുള്ളതാണ്. ഞാൻ ഇത്ര കാലം ക്ലാസ് എടുത്തതിനേക്കാളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ പല അധ്യാപകരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഫാമിലിയിൽ നിന്ന് നിങ്ങൾ അംഗീകാരം പ്രതീക്ഷിക്കരുത്, സ്വന്തം നാട്ടിൽ നിങ്ങൾ ക്ലിനിക്ക് ഇടരുത്, ഒരിക്കലും സക്സസ് ആവില്ല എന്ന്. അൽഹംദുലില്ലാ, ഇന്ന് അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ, എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിലാണ് ഞാൻ ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, സക്സസ് ആണ്. ഞങ്ങളൊരു ടീമുണ്ട്, വളരെ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ഫാമിലിയിൽ കിട്ടിയ അംഗീകാരമാണ്. പക്ഷേ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയോടെ സമൂഹത്തിന്റെ നോംസിനെയും അതേപോലെ തന്നെ പല നിയമങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അംഗീകാരം കിട്ടും. നമുക്ക് പ്രൊഫഷണലി വളരുന്നതിന് വേണ്ടിയിട്ട് കുറെ സർട്ടിഫിക്കറ്റുകളും മതി. പക്ഷേ നമ്മളെ കുടുംബത്തിലെ ഓരോ റോളിലും നമ്മൾക്ക് വളരണമെങ്കിൽ പലപ്പോഴും ആ സർട്ടിഫിക്കറ്റുകളൊന്നും വേണ്ട. നമ്മൾ കാരണം നമ്മളുടെ ആങ്ങള തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ പാരൻസ് ഒന്ന് തലകുനിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ ആ പ്രൊഫഷണൽ ഗ്രോത്തിന് എന്ത് നേട്ടമാണ് സഹോദരിമാരെ ഉള്ളതെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവനവന്റെ സന്തോഷത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ്. ഞാൻ എൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ എൻ്റെ ഉമ്മ അവിടെ കരയുന്നുണ്ടെങ്കിൽ, എൻ്റെ താത്ത അവിടെ കരയുന്നുണ്ടെങ്കിൽ, എൻ്റെ ബ്രദർ അവിടെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടോ? ഹാപ്പിനെസ് ഈസ് പീസ് എന്നാണല്ലോ. എനിക്ക് സമാധാനം കിട്ടില്ല. അങ്ങനെ കിട്ടുന്നവരുണ്ടെങ്കിൽ അത് പലപ്പോഴും മറ്റുള്ളവരുടെ കരച്ചിൽ കണ്ട് ഒരു സാഡിസ്റ്റോ അതല്ലെങ്കിൽ വല്ല പേഴ്സണാലിറ്റി ഡിസോർഡറോ ഉള്ള ഒരു ആരെങ്കിലും ആയിരിക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഹാപ്പിനെസ് ഉണ്ട്. ഹെഡോണിക് ഹാപ്പിനെസ് ഉണ്ട്, യുദൈമോണിക് ഹാപ്പിനെസ്സും ഉണ്ട്. ഹെഡോണിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാല് നമുക്കൊരാളുടെ കൂടെ ബൈക്കുമ്പോൾ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഇൻസ്റ്റന്റ് ആയി കിട്ടുന്ന സന്തോഷങ്ങൾ. ഒരു ബർഗർ കഴിക്കുമ്പോൾ, ഒരു സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും കഴിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു റീൽസ് കാണുമ്പോൾ, അതെന്താണ്? ഹെഡോണിക് ഹാപ്പിനെസ് ആണ്. അതിനധികം നിലനിൽപ്പില്ല. പക്ഷെ നമുക്ക് വേണ്ടത് യുദൈമോണിക് ഹാപ്പിനെസ് ആണ്. നമ്മൾ പ്രണയിക്കുന്നത് തെറ്റല്ല, ഒന്നുമല്ല. പക്ഷെ നമ്മളെ കൊടുക്കരുത്. സൗഹൃദങ്ങളിലൊക്കെ ഏതൊരു പ്രണയത്തിൻ്റെയും തുടക്കം ഒരു സൗഹൃദങ്ങളിലാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ളതും അങ്ങനെ കാരണം. അപ്പോൾ പാരൻസ് സൗഹൃദങ്ങൾക്ക് ബൗണ്ടറി വെക്കുമ്പോൾ അത് നോ എന്ന് പറയാതിരിക്കാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏതൊരു വ്യക്തിയെ പരിചയപ്പെടുന്ന മെയിൽ സൗഹൃദങ്ങളായിക്കോട്ടെ, ഇന്നിപ്പം മെയിൽ സൗഹൃദങ്ങളെ ഒട്ടും വേണ്ട എന്ന് പാരൻസ് പറയുന്നത് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്നത്തെ സൊസൈറ്റി, എഡ്യൂക്കേഷണൽ സിസ്റ്റം എല്ലാം അങ്ങനെയാണ്. പ്രൊഫഷണൽ എൻ്റെ അടുത്ത് പറയണേ മേൽ സൗഹൃദങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും സൗഹൃദങ്ങളുണ്ട്. കറക്റ്റായിട്ട് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ബോധത്തോടു കൂടി എൻ്റെ ഇമോഷണൽ ബൗണ്ടറിയും ഫിസിക്കൽ ബൗണ്ടറി, ഫിനാൻഷ്യൽ ബൗണ്ടറി, അതേപോലെ തന്നെ ഡിജിറ്റൽ ബൗണ്ടറി, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് സൗഹൃദങ്ങളിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മളുടെ പ്രണയ ദുരന്തങ്ങളും ഉണ്ടാവില്ല. നമ്മളുടെ ജീവിതവും നമ്മുടെ കുടുംബങ്ങളും മാതാപിതാക്കളും സൊസൈറ്റിയും ഒന്നും നമുക്ക് നഷ്ടപ്പെടുകയും ഇല്ല. പിന്നെ പ്രണയ വിവാഹം ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത് എന്നുള്ള ചോദ്യത്തിന് രണ്ടിനും അപാകതകൾ ഉണ്ടെന്നാണ് എനിക്ക് പറയുന്നത്. രണ്ടിലും ശരികളുമുണ്ട്. അതായത് ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരിക്കലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലല്ല. അത് രണ്ട് കുടുംബങ്ങളുടെ, രണ്ട് സമൂഹത്തിന്റെ, രണ്ട് കൾച്ചറിന്റെ, രണ്ട് ആറ്റിറ്റ്യൂഡുകളുടെ എല്ലാത്തിൻ്റെയും ഒരു കൂടിച്ചേരലാണ്.
അപ്പോൾ രണ്ട് വ്യക്തികൾ മാത്രമായിട്ട് കൂടിച്ചേരുമ്പോൾ അവിടെ നമുക്ക് പ്രണയവിവാഹത്തിൽ നഷ്ടപ്പെടാനുണ്ട്. നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ പലപ്പോഴും ആളില്ലാത്തൊരവസ്ഥ ചില പ്രണയ വിവാഹങ്ങളിലുണ്ട്. പക്ഷേ പലപ്പോഴും പാരൻസ് പക്വതയില്ലാതെ മക്കൾ സെലക്ട് ചെയ്തതിന് അത് കുട്ടികൾ തീരുമാനിച്ചതല്ലേ, അത് കുട്ടികളുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെർമിസീവ് പാരന്റിങ് സ്റ്റൈൽ എന്തിനും അനുവാദം കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് മറ്റു കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും പോലും തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ചില നിസ്സഹായ അവസ്ഥയിൽ ആ നിക്കാഹിനെ ഹലാലാക്കി കൊടുക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ സാഹചര്യത്തിനനുസരിച്ചാണ്. ചിലപ്പോൾ നമ്മുടെ ലൈഫ് പ്രണയ വിവാഹത്തിൽ സക്സസ് ആയേക്കാം, അല്ലാതിരുന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അറേഞ്ച്ഡ് മാരേജ് ആയിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ ബാത്റൂം കഴുകാൻ പറഞ്ഞു പറഞ്ഞു ഉമ്മാനൊന്ന് തെരഞ്ഞെടുത്ത് പോരി, എന്റെ കുട്ടീനെ ഞാൻ അതിനെല്ലാം പറഞ്ഞയച്ചേക്കണെന്ന് പറയും. അത് നീ തെരഞ്ഞെടുത്തതാണെന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ ആയിരിക്കും പറയാം. അതായത് ഒരു ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, യു ആർ ഫ്രീ ഫ്രം ടു ചൂസ് ബട്ട് യു ആർ നോട്ട് ഫ്രീ ഫ്രം ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ചോയ്സ് എന്നുള്ളത്. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ സെലക്ഷനിൽ ഫ്രീ ആവുന്നില്ല, അതിന്റെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കുക. ചില നിസ്സഹായ അവസ്ഥയിൽ മുന്നിലിരുന്ന് കരയുന്ന ബാപ്പനോട് പറയേണ്ടി വന്നിട്ടുണ്ട്, ബാപ്പ നിങ്ങളെ ഹൃദയമാണ് പഠിച്ചു കൊടുക്കുന്നത്, എന്നാലും നിങ്ങൾ ഇതിനെ ഒന്ന് ഹലാലാക്കി കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഹലാലാക്കി കൊടുക്കുന്ന സമയത്ത് നാടടക്കി വിളിച്ചുകൊണ്ട് നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിലെ എല്ലാ ജ്വല്ലറിയും മൊത്തം വാങ്ങിക്കൊണ്ട് ഒരു വിവാഹങ്ങൾ നടത്തുക. അതില് 7 ദിവസത്തെ കല്യാണം, ബ്രൈഡ് ടു ബി, ഗുലാബി, എന്തൊക്കെയാ എനിക്കറിയില്ല, അങ്ങനെ പലതരത്തിലുള്ള കല്യാണങ്ങൾ നടത്തിക്കൊണ്ട് ഇനി പ്രസവത്തിന് കൊണ്ടുവരില്ലെങ്കിൽ 2-3 ബസ് വിളിച്ചിട്ട് വയറൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇതിനെല്ലാം കൂടെ നിൽക്കുമ്പോൾ ആ വാപ്പാന്റെ മീശ ഞാൻ തുറന്നു പറയണേ, സമൂഹത്തിന്റെ മുന്നിൽ വളരെ മോശമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും പല സാമൂഹികമായിട്ട് ഇടപെടുന്നവനായിരിക്കാം ഈ വാപ്പ, അതല്ലെങ്കിൽ പല കുടുംബങ്ങളിലും ഇടപെടുന്ന ആളുകളായിരിക്കാം, കുടുംബത്തിൽ തീരുമാനമെടുക്കുന്ന ആളായിരിക്കാം. ആ വാപ്പാനെ റോൾ മോഡലായിട്ട് കണ്ടിരുന്ന പല മക്കൾക്കും ആ ജനറേഷന് തന്നെ ആ വിലയില്ലാത്തൊരവസ്ഥ മക്കളും ചെയ്യരുത്, വാപ്പമാരും ചെയ്യരുത്. ഞാൻ പറയാറുണ്ട്, ഒന്നും കൊടുക്കരുത്. ഇവളെ ചോദിച്ചിട്ടാണ് വന്നതെങ്കിൽ അത് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ എടുത്തു വെക്കണം. നമ്മൾക്ക് എന്തുണ്ടോ അതൊക്കെ നമ്മളെ മക്കൾക്കുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു തെറ്റ്, പ്രണയം തെറ്റല്ല. ആ കുട്ടിക്ക് നിങ്ങളടുത്തത് പറയാനുള്ള, അത് നടത്തി കൊടുക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച്. പക്ഷെ നമ്മളെ ചതിച്ചും ചീറ്റ് ചെയ്തും സമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ, പല രീതിയിലും കറങ്ങി നടന്നുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഒരു വാപ്പ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ തെറ്റെന്താണെന്നുള്ള ആ കുട്ടിക്ക് ബോധ്യം വരണമെങ്കിൽ, മറ്റു കുട്ടികൾക്ക് ആ തെറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം, ആ വാപ്പയുടെ വേദനയുടെ ആയം എത്രയെന്ന് മനസ്സിലാകണമെങ്കിൽ, ആ ഉമ്മയുടെ കണ്ണീരിൻ്റെ ആയം മനസ്സിലാക്കണമെങ്കിൽ ഒന്നും കൊടുക്കാതെ അവളെ ചോദിച്ചവന് ഹലാലായി നിക്കാഹ് ചെയ്തു കൊടുക്കുക എന്നാണ് എനിക്കിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടേത് തന്നെയാണ്. പക്ഷേ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ മറ്റ് സൊസൈറ്റിക്ക്, മറ്റു കുട്ടികൾക്ക് ഒരിക്കലും മാതൃകയാവരുത്. അപ്പൊ കുട്ടികൾ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ ഏതൊരുത്തിനെ കൊണ്ടുവന്നാലും, ഞാനൊന്ന് കരഞ്ഞാൽ, ഞാനൊന്ന് ഭീഷണിപ്പെടുത്തിയാൽ, ഞാനൊരു ആത്മഹത്യാ ഭീഷണി പറഞ്ഞാൽ എൻ്റെ വാപ്പ ഇത് നടത്തിത്തരും എന്നുള്ളതിലേക്ക് ഒരു കുട്ടി എത്തുന്നുണ്ട്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പിച്ചതിന് ശേഷം മാന്യമായ രീതിയിൽ ഖദീജ ബീവി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരമുണ്ട്. ഖദീജ ബീവി മാത്രമല്ല, മൂസാ നബിയുടെ മോൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഷുഹൈബ് നബിയുടെ മകളെയാണ്. ഇതൊക്കെ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഇതിന് ആൻസർ കൊടുത്തപ്പോൾ അതാണ് ഈ പബ്ലിക്കിൽ ഞാൻ ഇത് പറയാൻ കാരണം. പക്ഷെ ഷുഹൈബ് നബിയുടെ മകളും തന്നെ നേരിട്ട് പോയി പറഞ്ഞിട്ടില്ല. ആ കുടുംബത്തെ മാനിച്ച് സ്വന്തം വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിന് ഉപദ്രവമാവാത്ത രീതിയിലാണ് ആ വിവാഹം നടന്നിട്ടുള്ളത്. അപ്പൊ അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രണയം തെറ്റല്ല, പ്രണയ വിവാഹങ്ങളും തെറ്റല്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇതൊരു കൺക്ലൂഷൻ പറയണേ, ദീനിന്റെ കാര്യത്തിൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കൽ ഇല്ല എന്നുള്ളത് പാരൻസ് ശ്രദ്ധിക്കണം. നമുക്ക് വേദനയുണ്ട്. എൻ്റെ മകൾ നാളെ ഇത് ചെയ്താൽ എനിക്ക് വേദനയുണ്ട്, എൻ്റെ മകൾ ചെയ്യില്ല എന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അടിച്ചേൽപ്പിക്കണ്ട.
ചിലപ്പോൾ ആ അടിച്ചേൽപ്പിച്ച് നമ്മൾ വേറെ വിവാഹത്തിലേക്ക് തള്ളിയിടുമ്പോൾ അവിടെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കൊരു തീരാ ദുഃഖമായി മാറുന്ന ഒരവസ്ഥ നമുക്ക് വരരുത്. അവരുടെ സെലക്ഷൻ തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുക. ഇനി എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിലാണ് ഞാൻ ഹലാലാക്കി കൊടുക്കുക എന്നതിനെ കുറിച്ച് പറയുന്നത്. ഇനി വിവാഹം സുന്നത്തല്ലേ, അത് കഴിച്ചില്ലെങ്കിൽ എന്താണ്? ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാൽ ഒരാളെ സഹിക്കേണ്ടതുണ്ടോ? ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, എനിക്ക് എൻ്റെ ബ്രദർ വേണം, എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സ് വേണം, എനിക്ക് എൻ്റെ ഭർത്താവ് വേണം, എനിക്ക് എൻ്റെ മകൾ വേണം, തേക്കിൽ കുടുംബം വേണം, പറവക്കൽ ഫാമിലിയിലേക്കാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത്, എനിക്ക് അവരും വേണം. മനുഷ്യൻ എന്ന് പറയാൻ ബേസിക്കലി ഒരു സോഷ്യൽ അനിമലാണ്. സാമൂഹിക ജീവിയായ മനുഷ്യന് എല്ലാവരും വേണം, ഒരു പാർട്ട്ണർ മാത്രം പോരാ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നത് നമ്മളെ നോക്കാനും നമ്മളുടെ പാർട്ട്ണറെ സഹായിക്കാനും ഒക്കെ വേണം. പക്ഷേ അത് നമുക്കൊരു കമ്പാനിയൻഷിപ്പ് വേണ്ട എന്നും നമ്മളുടെ ഒരു ബയോളജിക്കൽ നീഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹിക അരാജകത്വത്തിലേക്ക് നമ്മൾ പോകണമെന്നും ഒരിക്കലും നമ്മളുടെ സമുദായം ആഗ്രഹിക്കുന്നില്ല. പിന്നെ സമൂഹത്തിൻ്റെ ചില നോംസും കണ്ടീഷൻസും ഉണ്ടാവും. ഞാനിപ്പോൾ കോട്ടക്കൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാൻ മാത്രം സിഗ്നൽ കണ്ടാൽ പോരാ, ഞാൻ മാത്രം ട്രാഫിക് റൂൾസും നിയമങ്ങളും പാലിച്ചാൽ പോരാ, ചുറ്റുള്ളവരും പാലിക്കണം. അത് പാലിച്ചില്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് റിലേഷൻഷിപ്പിലും ബൗണ്ടറി കീപ്പ് ചെയ്യുമ്പോഴും ഏത് തീരുമാനമെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ കുടുംബത്തിന് അപമാനമുണ്ടാകുന്നുണ്ടോ, എൻ്റെ സൊസൈറ്റിക്ക് അപമാനമുണ്ടാകുന്നുണ്ടോ എന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രായപൂർത്തിയായ നിങ്ങളെ കല്യാണം കഴിച്ചടക്കുക എന്നത് പാരൻസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വിവാഹം പാരൻസിനോട് പറയാനുള്ളത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണം വേണ്ട, കല്യാണം കഴിക്കേണ്ട, ജോലി മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെയല്ല. ഞാൻ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രീമാർക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ എന്ന നിലയിലും സാമൂഹികമായി ഇടപെടുന്ന ഒരാളെന്നുള്ളതും പല കുട്ടികളും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, പേടിയാണ് എന്ന് പറഞ്ഞൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. ഒരു 5 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നത് പലപ്പോഴും ആ ഒരു സെക്ഷൽ ലൈഫിനോടുള്ള ഭയം, അമ്മായിമ്മയോടുള്ള ഒരു ഭയം എന്നതൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അതല്ല കാണുന്നത്. ഇന്ന് കാണുന്ന കുട്ടികളിൽ പലരും അവരുടെ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ മാതാപിതാക്കളോട് പറയുന്നത്, നിങ്ങളുടെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചയപ്പിക്കുകയാണെങ്കിലും നിങ്ങളെ പെൺകുട്ടിയെ തിരിച്ച് ആൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് പെൺകുട്ടിയുമായിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വരികയാണെങ്കിലും നിങ്ങളെ മകനുള്ള പോലെ തന്നെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വികാരങ്ങളുമുള്ള ഒരു ജീവി തന്നെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടി. അവളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ് പല വീടുകളിലെ കുട്ടികളും വിവാഹത്തിന് സമ്മതിക്കാത്തത്. പഠിപ്പിക്കാന്ന് പറയും, കാരണന്മാർ തീരുമാനമെടുക്കും. ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചാണ്, കാരണന്മാര് തീരുമാനിക്കുന്ന സമയത്ത് മുദ്രപേപ്പറിൽ എഴുതിയിട്ടൊന്ന് ഒപ്പിടിക്കാനുള്ള സംവിധാനം നിങ്ങളൊന്ന് മഹല്ലുകളിൽ ക്ലാസ് എടുക്കുമ്പോൾ പറയണമെന്ന്. പിന്നെ ആ കുട്ടീനെ ക്ലാസ് പോകാൻ സമ്മതിക്കില്ല. ഇനി അഥവാ പോകാൻ സമ്മതിക്കുകയാണെങ്കിൽ 3:30 മണിക്ക് എണീറ്റ് ആ വീടിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ വീടിലേക്ക് ഈ പെൺകുട്ടി കയറി വരുന്നവരെ ഈ പണികളൊക്കെ അവസാനം കോളേജിലേക്ക് പോയിട്ട് ആ കുട്ടി അനീമിക്കായ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേൾക്കാൻ വയ്യ, അധ്യാപകരുടെ പ്രഷർ. തിരിച്ചു വന്നാൽ ഹസ്ബൻഡിന്റെ താല്പര്യങ്ങൾക്കും പ്രാധാന്യം അവൾ കൊടുക്കണം. അപ്പൊ രാത്രിയിലും റെസ്റ്റ് ഇല്ല, പകലും റെസ്റ്റ് ഇല്ല. ഈ ഒരു അവസ്ഥ 3:30 മണിക്ക് എണിക്കാം. അങ്ങനെ ഡിപ്രഷനും ആൻസൈറ്റി ഡിസോർഡറും വന്ന ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ മകൻ വിവാഹം കഴിക്കുമ്പോൾ മകനോട് പറയുക, പഠനം പൂർത്തിയാക്കിയ ജോലിയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ. അതല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ തീർക്കുന്നതിലേക്ക് നിങ്ങളൊരു സഹായമായി നിലനിൽക്കുക. അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ വിവാഹത്തിലേക്ക് വരാൻ മടിക്കുന്നുണ്ട്. ഫെമിനിസം കൊണ്ടോ പുരുഷ വിരോധികളായതുകൊണ്ടോ അല്ല നമ്മുടെ കുട്ടികൾ വിവാഹത്തിലേക്ക് വരാത്തത്. അതൊരു 10% മാത്രമുള്ളൂ. ഇനി ഒരു ഫെമിനിസത്തെ നിങ്ങൾ പറയുന്ന, നിങ്ങൾ കൊടുക്കുന്ന മീനിങ്ങുള്ള ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ പോലും ആ ഫെമിനിസ്റ്റിനെ സൃഷ്ടിക്കുന്നതിലേക്കും കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് അനുഭവിച്ച് സഹിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കും. അതൊരു വാപ്പയായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മകനായിരിക്കാം, അതല്ല ബ്രദർ ആയിരിക്കാം, മകന് പല രീതിയിലുമുണ്ട്. എല്ലാ കേസുകളും അങ്ങനെയാണെന്ന് എൻ്റെ കാരണന്മാരെ മുൻനിർത്തി ഞാൻ പറയുകയല്ല. പല കേസുകളും പുരുഷ വിരോധം വരുന്നതില്ല കാരണങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഒരു ലവറെങ്കിലും ആയിരിക്കുന്ന ഒരവസ്ഥ, ചതിച്ചിട്ട് പോകുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയണേ. അതുപോലെ തന്നെ
വിവാഹം കഴിക്കുമ്പോൾ ഈ പെൺകുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കും. നമുക്കറിയാം, നമ്മളെ തൊട്ടടുത്ത കോളേജുകളിലൊക്കെ ഇപ്പം പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ കൊടുത്തതിന് ശേഷം ഡ്രോപ്പ് ഔട്ട് കുറഞ്ഞിട്ടുണ്ട്. 85%, 95% ഉള്ള കുട്ടികളെ നോക്കി നിൽക്കെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ കുറവോ കുടുംബ പാരമ്പര്യത്തിന്റെ കുറവോ കൊണ്ട് നോക്കി നിൽക്കെ പലപ്പോഴും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കോളേജിലെത്തുന്ന കുട്ടികളെ പിറ്റത്തെ വർഷം നിക്കാതെ പിന്നെ പ്രസവത്തിന് കൊണ്ടുപോയാല് അപ്പൊ അവിടെ ഡ്രോപ്പ് ഔട്ട് വരികയാണ്. അപ്പൊ ഈ നോക്കി നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥകൾ ആലോചിക്കണം. പഠനം പൂർത്തിയാക്കണം, അതിനുശേഷം കല്യാണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നല്ല. പക്ഷെ അത് കൊടുക്കാനുള്ള സംവിധാനത്തിൽ മാതാപിതാക്കൾ മാറുമ്പോൾ മാത്രമാണ് പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് കയറി വരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പറയും, ദീനിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും പലപ്പോഴും പെൺകുട്ടികളെ അടുക്കളയിൽ തളച്ചിടുന്നത്. ഇന്ന് പെൺകുട്ടികളെ അവർക്ക് ആവശ്യമുള്ള ദീൻ അവർക്കുണ്ട്. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ്. അവരത് കാണുന്നില്ല. നല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ കീഴിൽ വളർന്ന് നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ലൊരു ജനാധിപത്യ രീതിയിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയിലുള്ള ഒരു കുട്ടി വിവാഹത്തിലേക്ക് പോകാൻ മടിക്കില്ല. അവൾ ആഗ്രഹിക്കും, എനിക്കും ഒരു ആൺതുണ വേണം, ഒരു കമ്പാനിയൻഷിപ്പ് വേണം. ഉമ്മ വാപ്പനെ ബഹുമാനിക്കുന്നത്, വാപ്പ ഉമ്മനെ ബഹുമാനിക്കുന്നത്. തകർന്നടഞ്ഞ കുടുംബങ്ങളിലെ കുട്ടികളാണ് പലപ്പോഴും വിവാഹത്തിലേക്ക് വരാത്തതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി മാത്രമാണ് എൻ്റെ അടുത്ത് ഇത്രയും വർഷം 16 വർഷമായി വന്നിട്ടുള്ളത്, എനിക്ക് വിവാഹം വേണ്ട, ആണിനെ സഹിക്കാൻ വയ്യ എന്നുള്ളത് വ്യക്തമായ കാരണം. അത് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്കൊരു ഇമോഷൻസ് വരുന്നില്ല. അതുപോലെ തന്നെ വേറെ കൂടെ ഡെമിസെക്ഷനും അസെക്ഷനുമുള്ള ഈ ലോകത്ത് നമ്മൾ ഒരിക്കലും വിവാഹം ഉണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് ഉപദേശിക്കാം, പറയാം, തിരുത്താം, കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം. എന്തുകൊണ്ട് ഈ പെൺകുട്ടി വിവാഹത്തിലേക്ക് വരുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും ആ കുട്ടി വിവാഹത്തിലേക്ക് വരുന്നില്ലെങ്കിൽ മറ്റൊരു ആൺകുട്ടിയുടെ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുതെന്നാണ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. ഇന്ന് പലപ്പോഴും ആൺകുട്ടികൾ കരയുന്നത് നമ്മുടെ സൊസൈറ്റി മോശമായിട്ടാണ് കാണുന്നത്. ഞാനിന്ന് പലപ്പോഴും കാണുന്നുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൺകുട്ടികളെ. ഞാൻ 30ാമത്തെ പെണ്ണാണ് കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ട് നടന്നത്. പെണ്ണ് കിട്ടണില്ല മാഡം, എങ്ങനെയെങ്കിലും അവൾ എനിക്കൊന്നും തരണ്ട, പക്ഷെ എൻ്റെ വീട്ടിലൊന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞ ഒരുപാട് ആൺകുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് എൻ്റെ കുട്ടി വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്നില്ല എന്ന്. അടുത്തതായിട്ട് എനിക്ക് വന്ന ചോദ്യം, ആങ്ങള എന്നത് അധികാരമാണോ, എന്തും ചെയ്യാനുള്ള ഒരു പൊസിഷനാണോ അത് എന്നതാണ്. ആങ്ങള എന്നത് ഒരിക്കലും അധികാരമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മൂത്ത ആങ്ങള എന്ന് പറഞ്ഞ ഒരു അലങ്കാരമാണ്, അഹങ്കാരമാണ്, എല്ലാമാണ്. പക്ഷെ അത് അധികാരം അടിച്ചേൽപ്പിക്കലാകുന്ന സമയത്ത് പലപ്പോഴും എന്താണ്, ബന്ധങ്ങളിൽ വിടവരുന്ന്, വാശി കൂടുന്ന്, അവിടെ റിവഞ്ചായിട്ട് പല തെറ്റിലേക്കും പോകുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആങ്ങളയ്ക്ക് ആങ്ങളയുടേതായ സ്പേസ് വേണം. ഈ ആങ്ങളയുടെ കാര്യം പറയുമ്പോൾ പെങ്ങന്മാരെന്ന് പറയുന്നത് ആങ്ങളമാരുടെ ജീവിതത്തിലെ തകർക്കാനുള്ള ആയുധങ്ങളല്ല. പലപ്പോഴും നമ്മളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ, കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളെ കുട്ടികളെ പോലെ നോക്കേണ്ട ഉത്തരവാദിത്വം ആ നാത്തൂന്മാർക്ക് ഇട്ടുകൊടുക്കുന്ന അവസ്ഥ പലപ്പോഴും സങ്കടത്തോടെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു കുടുംബം നല്ല രീതിയിൽ പോകണമെങ്കിൽ അവിടെ നമ്മൾ പെണ്ണുങ്ങൾക്ക് വലിയൊരു റോളുണ്ട്. എൻ്റെ ഉപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഉമ്മാക്കുണ്ട് ആ സ്വഭാവം. എന്താണെന്നറിയോ, നാത്തുമാര് തെറ്റ് ചെയ്താലും ഞങ്ങളെ ചീത്ത പറയും. തെറ്റ് മനുഷ്യനിൽ സംഭവിക്കും, അവർക്കും സംഭവിക്കും, ഞമ്മക്കും സംഭവിക്കും. ചിലപ്പോൾ അവരെ മുമ്പിലിട്ടേക്കാരം. ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ. പക്ഷേ അത് നേരിട്ട് പറയില്ല. ഉമ്മ പറയും, എനിക്ക് നിങ്ങളെ തിരുത്താൻ പറ്റുള്ളൂ, നിങ്ങളാണ് എൻ്റെ മക്കളെന്ന് പറയും. ഉമ്മ അവരോട് പറയുന്നില്ല എന്നല്ല, പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ നാത്തുമാര് ഒരിക്കലും ആങ്ങളമാരുടെ ഒരു ജീവിതത്തിലെ ഒരു സ്പേസിലേക്ക് കയറരുത് എന്നത് എനിക്ക് കുറച്ച് കൂടുതൽ അത്ര എക്സാമ്പിൾ വെച്ച് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് സമയപരിധി കാരണം ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ അധികാരമെടുക്കുന്നതിന് മുമ്പായിട്ട് ഏതൊരാങ്ങളെയും കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു പെൺകുട്ടിയോട് കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കേസാണ്. ഒരു കുട്ടി പ്രണയത്തിൽപ്പെട്ടപ്പോൾ അവൻ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് ബ്രദറ്.
അടിച്ച് ആ കുട്ടിയെ വല്ലാതെ ഉപദ്രവിച്ച് മറ്റൊരു വിവാഹത്തിൽ നിർബന്ധപൂർവ്വം തള്ളിയിട്ടിട്ട് 6 മാസം കഴിഞ്ഞിട്ടും അവർക്കിടയിൽ ഒരു പരസ്പര ബന്ധം നടക്കാതെ വന്നപ്പോൾ കൗൺസിലിങ്ങിന് കൊടുന്ന് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ ബ്രദർ പറയുകയാണ്, എന്നെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ അടുത്തേക്കല്ലേ വരാനുള്ളത്. അപ്പോൾ വാപ്പമാരത് വളരെ ശ്രദ്ധിക്കണം. ആയുധമായി മാറാൻ ഒരിക്കലും, അതല്ലെങ്കിൽ അധികാരമായി മാറാൻ ഒരിക്കലും ആങ്ങളമാർക്ക് സമ്മതിക്കരുത്. പെങ്ങന്മാര് നാത്തുമാരുടെ കുടുംബജീവിതം തകർക്കുന്ന ഒരു ആയുധമാക്കി മാറ്റാനും നിങ്ങൾ സമ്മതിക്കരുത്. അവിടെ ഒരു ബാലൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഉണ്ടെന്നതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായത് വിവാഹിതരോട് എന്ത് മെസ്സേജാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുന്നത് ഒരു ഭാര്യയുടെ കുറവ് കൊണ്ടാണോ എന്നാണ് അടുത്ത ചോദ്യം. എന്തായാലും ആ ലേഡി ആരായാലും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന്റെ വിക്ടിമാണെന്ന് തോന്നുന്നു. എനിക്ക് ആ സ്ത്രീയോട് വളരെ ബഹുമാനത്തോടെ ഞാൻ പറയുന്നു, അത് നിങ്ങളുടെ കുറവല്ല. പക്ഷേ ഏതേരെയെങ്കിലും നിങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടോ, നിങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തിയിട്ട് ആ ഭാഗം എല്ലാ ഏരിയയിലും ഒരുപോലെ പെർഫെക്റ്റ് ആയാൽ ലോകത്ത് ആർക്കും കഴിയണമെന്നില്ല. അപ്പൊ ദ ഏരിയ ടു ഇംപ്രൂവ് എന്നത് ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് വീക്കായത്, ആസ് എ വൈഫ് നിങ്ങൾ അവിടെ നികത്താൻ റെഡി ആവണം. എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇന്ന് എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകൾ വരുന്നത്. അതല്ലെങ്കിൽ ഇമോഷണൽ നീഡ്, വൈകാരികമായ, പലപ്പോഴും സ്ത്രീകളെ കുറിച്ച് പല എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുമ്പോൾ പല മഹല്ലുകളിൽ നിന്നൊക്കെ എനിക്ക് കേസ് വരാറുണ്ട്. അപ്പോൾ പറയലെന്ത്, എന്ത് ഇതാണ് അവൾ കാണിച്ചിട്ടുള്ളത്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന്. വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കുറവ് വരുമ്പോഴാണ്, കേൾക്കാൻ ആളില്ലാണ്ടാവുമ്പോൾ, ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല, മനസ്സിലാക്കാൻ ആളില്ലാണ്ടാവുമ്പോൾ, പടച്ചോൻ തന്നിട്ടുള്ള പാർട്ട്ണറിൽ നിന്ന് ഒന്നും കിട്ടാതാവുമ്പോൾ, അത് ഫിസിക്കലി അല്ല കേട്ടോ, ഫിസിക്കൽ വളരെ കുറച്ച് മാത്രമാണ് ഫിസിക്കൽ നീഡിന്റെ കുറവ് കാരണം എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോയിട്ടുള്ള സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുള്ളത്. അതല്ല, ഇമോഷണൽ ഒരു വാല്യൂ ചെയ്യാത്ത, പരസ്പരം മനസ്സിലാക്കാത്ത, ഉമ്മന്റെയും മരുമകളുടെയും ഇടയിൽ ബാലൻസ് ചെയ്യാൻ കഴിയാത്ത ഒരു ഭർത്താവില്ലേ, പെങ്ങളുടെയും നാത്തുവിൻ്റെയും ഇടയിൽ ഒരു ബാലൻസ് ചെയ്യാൻ കഴിയാത്ത ഒരു ഭർത്താവിനെ വിട്ടിട്ടാണ് പലപ്പോഴും, എന്നെ ഒന്നും മനസ്സിലാക്കിയില്ല തോന്നലിൽ നിന്നാണ് പലപ്പോഴും റിവഞ്ച് അഫെയർ ആയിട്ട് ഇന്ന് അധിക ജനറേഷനിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകൾ ലേഡീസിൽ വരുന്നത്, പുരുഷന്മാർ അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. മനുഷ്യനെ ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, പെൺകുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, 4 ചാൻസ് ഇല്ലേ, എന്താണ് പെൺകുട്ടികൾ. ഇപ്പോൾ ഒരു മഹലിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണത്. നമുക്കൊക്കെ 4 അവസ്ഥ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഇന്ന് പല കേസുകളിലും കാണുന്ന ഉത്തരവാദിത്വം കൊള്ളുന്ന പിതാക്കന്മാരെയാണ്. ആര് ഏറ്റെടുക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പിന്നെ നിങ്ങൾ 4 കെട്ടിക്കോളൂ എന്നുള്ളതൊന്നല്ല കൊടുത്തിട്ടുള്ളത്, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഏത് തരത്തിലുള്ള പ്രണയവിവാഹമാണെങ്കിലും, അതല്ല അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും, നമുക്ക് ഒട്ടും നിൽക്കാൻ കഴിയാത്ത അവസ്ഥകൾ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാന്, ഒരു ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല ഞാൻ ഒരിക്കലും ചെയ്യുന്നത്. ചില അനിവാര്യ സാഹചര്യങ്ങൾ മാത്രം അനുവദിക്കപ്പെട്ട ഒന്നാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു വിവാഹ ജീവിതത്തിനുള്ള അവസരം കൊടുക്കാത്ത പല കുടുംബങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കണമെന്നാണ്, സാഹചര്യമുണ്ടെങ്കിൽ, കൂട്ടിച്ചേർത്ത് പറയണേ, സാഹചര്യമുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നാണ് അവസ്ഥയാണ് പറയാനുള്ളത്. പലപ്പോഴും ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വിക്ടിമായി നിൽക്കെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാകും. പലതരത്തിലുള്ള സങ്കടങ്ങളിലൂടെ, ഒറ്റപ്പെടലിലൂടെ, റിജക്ഷനിലൂടെ. പക്ഷെ ഇയാൾ എന്തായിരിക്കും, സമൂഹത്തിന്റെ മുന്നിൽ വലിയ സംഭവമായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ ഇടപെടുന്നുണ്ടാവും, സാമൂഹികമായിട്ട് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടാവും, സമൂഹത്തിന് പലതരത്തിലുള്ള സംഭാവനകൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ സ്വന്തം ഭാര്യയുടെ അടുത്തെത്തുമ്പോൾ ഒരു വേലക്കാരിയുടെ ആ ഒരു വാല്യൂ പോലും കൊടുക്കാത്ത ഒരവസ്ഥ പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും
ഗ്രേ ഡിവോഴ്സുകൾ ഇന്ന് വളർന്നു വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗ്രേ ഡിവോഴ്സുകൾ എന്താണെന്ന് പറയാം. 55 വയസ്സും 50-ന് ശേഷമൊക്കെ 60-ന് ശേഷം ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ മക്കൾ ഉമ്മയുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. നിസ്സഹായമായി നോക്കി നിന്നിട്ടുണ്ട്. മക്കൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഉപ്പാന്റെ ഭാര്യയായിട്ട് എൻ്റെ ഉമ്മ ജീവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളൊക്കെ നല്ല നിലയിലെത്തിയിട്ടുണ്ട്, ഇനി എൻ്റെ ഉമ്മ സഹിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേ ഡിവോഴ്സിലേക്ക് എത്തിക്കുന്ന, മക്കൾ കൂട്ടിച്ചേർക്കുന്ന, വേറെ ബന്ധത്തിലേക്ക് പറഞ്ഞു വിടുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. മക്കൾ ഏറ്റെടുക്കുന്നവർ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ കാരണവന്മാർക്കാണ്. നമ്മുടെ തലമുറ അത് നശിക്കാനൊരു സഹായമായി, നശിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. സഫറിങ്ങിന്റെ, സഹനത്തിന്റെ അന്ത്യത്തില് അവസാനം ഒരു സ്ത്രീ എടുക്കുന്ന തീരുമാനമാണ് പലപ്പോഴും ഗ്രേ ഡിവോഴ്സുകൾ. അതേപോലെ തന്നെ പുരുഷന്മാരും ഗ്രേ ഡിവോഴ്സുകൾ എടുക്കാറുണ്ട്. അതിനൊരു കാരണം പലപ്പോഴും പുരുഷന്റെ ഫിസിക്കൽ നീഡ് എന്ന് പറയുന്നത് അവന്റെ മരണം വരെയാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഓർഗാനിക്കായിട്ട് ഒരു പ്രശ്നങ്ങളോ രോഗങ്ങളോ ഇല്ലെങ്കിൽ. നമ്മുടെ കൾച്ചറിൽ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഈ ഒരു കുടുംബ സംഘത്തിൽ പ്രത്യേകം പറയണമെന്ന് എന്നോട് ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട്, ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫിസിക്കൽ നീഡ് മനസ്സിലാക്കാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം കുട്ടികളെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കല്യാണം കഴിപ്പിക്കും. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പ്രഗ്നന്റ് ആവും, സെക്കൻഡ് ഇയറിന് കുട്ടി ഉണ്ടാവും. എന്നിട്ട് ഈ കുട്ടീനെ നോക്കേണ്ട ഉത്തരവാദിത്തം എന്താ? ഈ ഉമ്മാർക്കാണ്. രണ്ടുപേർക്ക് ഇടയിലേക്ക് ഈ പേരക്കുട്ടി വരും. അതല്ലെങ്കിൽ ഇനി അങ്ങനെ വരാത്ത വീടുകളിലാണെങ്കിൽ 2 കട്ടിലുകൾ ഉണ്ടാവും ഒരു റൂമില്. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു 90 വയസ്സുകാരനായ ഒരു ഭർത്താവിന്റെ അടുത്തലേക്ക് എങ്ങനെ ഒരു സ്ത്രീ പോകണമെന്നും എങ്ങനെയായിരിക്കണം അവരുടെ മവദത്ത്, വജഅൽനാ ബൈനക്കും മവദത്തം റഹ്മ എന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ ഇന്റിമസിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ കാരുണ്യത്തിന്റെ ഒരു അവസ്ഥയിൽ ഒരു ഫിസിക്കൽ ടച്ച്. മനുഷ്യന് 2 തരത്തിലുള്ള വിശപ്പുണ്ട്. അതൊന്ന് ഫുഡ് ഹങ്കറാണ്, ഒന്ന് ടച്ച് ഹങ്കറാണ്. ഒരു കുട്ടി ജനിച്ച വീണത് മുതൽ അയാളുടെ മരണം വരെ അയാൾക്ക് ആ ഫിസിക്കൽ ടച്ച് കിട്ടിയിരിക്കണം. അത് കിട്ടാതാകുമ്പോൾ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷനിലേക്ക് പുരുഷനും എത്തുന്നുണ്ട്, സ്ത്രീയും എത്തുന്നുണ്ട്. അപ്പൊ പല കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയുടെയും ഗ്രേ ഡിവോഴ്സുകളുടെ കാരണമായിട്ടും എനിക്ക് പറയാൻ മതി പുരുഷന്മാർ ഇങ്ങനെയും സ്ത്രീകൾ അങ്ങനെയും എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ മലയാളികളാണല്ലേ. ലോകത്തിന്റെ ഏത് ഭാഷ നമ്മൾ സംസാരിച്ചാലും, ലോകത്തിന്റെ എവിടെ നമ്മൾ പോയാലും നമുക്കൊരു മലയാളിയെ കാണുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമുണ്ട് അല്ലെ? ഉണ്ടാവില്ലുണ്ടോ? കിട്ടലില്ലേ? ഒരു വല്ലാത്ത സന്തോഷം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ഒരു ഭാഷയുണ്ട്. ലവ് ലാംഗ്വേജസ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. പല കുട്ടികളും ന്യൂജൻസ് ഒക്കെ വായിക്കുന്നുണ്ട്. പല കോളേജുകളിൽ ഇത് വായിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഗാരി ചാപ്മാന്റെ 5 ലവ് ലാംഗ്വേജസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിലൊന്നെന്ന് പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ. ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ, ഒരുങ്ങിയിറങ്ങുമ്പോൾ പല സ്ത്രീകളും ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഡ്രസ്സ് ഇട്ടാൽ മതിയോ? ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എങ്ങനെയുണ്ട്? ഇതെനിക്ക് ചേരുന്നുണ്ടോ? കുഴപ്പമില്ല, ഏതിട്ടാലും എൻ്റെ ഉണ്ടവയറുള്ളവരല്ലേ എന്ന് മറുപടി കേട്ടിട്ടുണ്ടാവും, കേട്ടവരുണ്ടാവും. ഈ എന്തിട്ടാലും സുന്ദരിയാണെന്ന് പെട്ടെന്ന് കഴിച്ചിലാവാൻ പറഞ്ഞവരുണ്ടാവും. വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ആ സ്നേഹം വാക്കുകളിലൂടെ കിട്ടണം. അതല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിന് പോകുമ്പോൾ ഒക്കെ ചോദിക്കും. ഇങ്ങേരൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ എത്തുമ്പോൾ ഒരു കൂട്ടുകാരനെ എന്ത് അടിപൊളി ചുരിദാറാണിത്, ഇത് മിന്ത്രേന്നാണോ അജിയോന്നാണോ, ഇത് എവിടെ നിന്ന് എടുത്തതാ, സീനത്ത് നിന്നാണോ അല്ലെ? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? നല്ല ഭംഗിയിട്ടിട്ടാ ഇതിട്ടിട്ട്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉമ്മ 60-ന് മേലെ ആയിട്ടുണ്ട്. ഉമ്മാനോടും അമ്മപ്പങ്ങൾ ചെറുപ്പായിട്ടുണ്ട്, ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഈ ബോഡി അറിയും സന്തോഷത്തോടെ, ഇന്ന പിരാഗല്ലേ എന്നും പറയും. പക്ഷേ അത് വേർഡ്സ് ഓഫ് അഫർമേഷൻ കിട്ടണം. സ്ത്രീകൾ കൂടുതൽ ഓഡിറ്ററി ടൈപ്പാണ്, വിഷ്വൽ ടൈപ്പ് ഉണ്ട്. ജെൻസ് എന്ന് പറയുന്നത് കൂടുതലും വിഷ്വൽ ടൈപ്പാണ്. പുരുഷൻ എപ്പോഴും ആ ഒരു കാഴ്ചയിലേക്കാരം ഇഷ്ടപ്പെടുക. പക്ഷേ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുരുഷൻ ഷർട്ട് ഇട്ടുണ്ട്, ഏതിട്ടാലും നിങ്ങളല്ലേ, ഷുഗറും പ്രഷറും വന്ന് എല്ലാം തോല, നിങ്ങളിനിപ്പോൾ എന്തിട്ടാലും എന്താന്ന് തിരിച്ച് പറയണ്ട. അത് അയാളുടെ ലവ് ലാംഗ്വേജ് ആയിരിക്കാം. അതേപോലെ തന്നെ അടുത്തതായിട്ട് ഒരാളുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്റ്റീവ് സർവീസസ് ആണ്. നമ്മൾ
പരസ്പരം സഹായിക്കപ്പെടാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? പക്ഷേ ചില ആളുകളുടെ ഒരു സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും സഹായം അടുക്കളയിൽ ചെയ്യുന്നതാണ്. എൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ട്, നമ്മളുടെ ഒരു സുഹൃത്ത്. ആ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ, കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്തു കൊടുത്താലും, എന്ത് ഗിഫ്റ്റ് കൊടുക്കണേക്കാളും എൻ്റെ ഭാര്യ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടല് അവൾക്ക് അടുക്കളയിൽ രാവിലെ ആ തിരക്കിനിടയിൽ തേങ്ങ ചിരകി കൊടുക്കുമ്പോഴാണ്. അതാണ് ഒരാളുടെ സ്നേഹത്തിന്റെ ഭാഷ. അത് ഏതെങ്കിലും തരത്തിലായിരിക്കും. അതേ സമയത്ത് നമ്മളുടെ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, ഒരു സുഹൃത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അദ്ദേഹം നന്നായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കും, എന്ത് കാര്യം ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കും. പക്ഷേ ഭാര്യ ഹാപ്പി അല്ല. അങ്ങനെ യാദൃശികമായിട്ടാണ് മനസ്സിലാകുന്നത് ഭാര്യയുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ ടച്ചാണെന്ന്. ഇടയ്ക്ക് ഒരു പോലീസ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, രാവിലെ എൻ്റെ ഭാര്യയുടെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് തോന്നും ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ പോവേ, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം എന്നുള്ളത്. പക്ഷേ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗമ്യമായിട്ടേക്കാരം ആള്. അപ്പോൾ ഞാൻ ചോദിച്ചോ നിങ്ങളുടെ രാവിലത്തെ തുടക്കം എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ പത്രം വായിക്കും പുറത്തിരുന്നിട്ട് എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അവരുടെ ചില ആളുകൾക്ക് ഒന്ന് അടുത്ത് വന്നിട്ട് നിങ്ങൾ തേങ്ങ ചെരുവി കൊടുക്കണ്ട, നിങ്ങൾ ഉപ്പേരി കട്ട് ചെയ്ത് കൊടുക്കും വേണ്ട, ഒന്ന് എന്താ അവസ്ഥ, എന്തൊക്കെയായി, ഒന്ന് തലോടല്, ഒന്ന് ചേർത്ത് പിടിക്കല്, അതായിരിക്കും ഫിസിക്കൽ ടച്ച് ആയിരിക്കും. ഇത് ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ മാത്രമല്ല കേട്ടാ, ഒരു ഉമ്മ മകള് ബന്ധത്തില്, വാപ്പ മകള് ബന്ധത്തില്, നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഈ ലവ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഗിഫ്റ്റ് ആയിരിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഞാൻ കേസിൽ നമ്മൾ ലവ് ലാംഗ്വേജസ് ഒക്കെ പറഞ്ഞു കൊടുക്കും, അത് അവരാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഇയാൾ പിറ്റേ ദിവസം ഭാര്യ എപ്പോഴും പറയല് വീട്ടിലെ പാത്രങ്ങളുടെ കുറവ് പറയണ്ട്. അപ്പൊ നല്ല അടിപൊളി ജഗ്ഗൊക്കെ കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം ഇയാൾ കാണുന്നത് എന്താണ്, ആ മഗ്ഗിനകത്ത് ബ്രഷും പേസ്റ്റ് ഇട്ട് വെച്ച, ബാത്റൂമിലെ ബ്രഷും പേസ്റ്റ് ഇട്ട് വെച്ചൊരവസ്ഥയാണ്. ഒരിക്കലും ആ സ്ത്രീയുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരിക്കലും അതല്ല. അപ്പൊ ഇതിലേതാണ്, ചിലത് എന്തേക്കാരം നല്ല ആക്റ്റീവായിട്ട് കേൾക്കേണ്ടതായിരിക്കും, കേൾക്കേണ്ടത് കേൾക്കണം, അതേപോലെ തന്നെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ചില ആളുകൾക്ക് ക്വാളിറ്റി ടൈം ആയിരിക്കും. നമ്മൾ വരുന്ന വഴിയിൽ ഒരു തട്ടുകടയിൽ ഇരുന്നു കൊണ്ട് ഒരു ചായ കുടിച്ചാൽ അത് മതി, നമ്മൾ സമക്കിനൊന്നും പോവേണ്ടതില്ല. ചെറിയ രീതിയിൽ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നു. രാത്രി വന്നാൽ രണ്ടുപേരിരുന്ന് കുടുംബകാര്യങ്ങളൊന്ന് ചർച്ച ചെയ്താൽ മതി. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി വളരുന്ന ആ വീട്ടിലെ പെൺകുട്ടി എനിക്ക് കല്യാണം വേണ്ടെന്നൊന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ അവൾ കേട്ടിട്ടുണ്ടാവും, അവളുടെ സുഹൃത്തുക്കൾ കല്യാണം കഴിച്ചു, പിറ്റേ ദിവസം സ്റ്റാറ്റസ് ഇടും ലോക്ക്ഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? പെൺകുട്ടികൾ ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞ് പിറ്റേന്ന് സ്റ്റാറ്റസ് ഇടല് ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. വിവാഹത്തെ ഒരു മോശമായ പ്രവൃത്തിയായി കാണിച്ചിട്ടുള്ളത് നമ്മളുടെ സോഷ്യൽ കണ്ടീഷൻ തന്നെയാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന ഉമ്മമാര് എപ്പോഴും പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും പറയാലും എന്താ, ഞാനേ ഇങ്ങനായി, നിങ്ങളെങ്കിലും ഒന്ന് പഠിച്ചു നന്നാവും. കാരണം ഹൗസ് വൈഫ് എന്നത്, ഹോം മേക്കർ എന്നത് വളരെ മോശപ്പെട്ട ഒരു റോളാണ്. അതെ, ഞാൻ മോശമാണ്, നിങ്ങളെങ്കിലും നന്നായിക്കോളി, പഠിച്ചാൽ മതി, പഠിച്ച് നന്നായാൽ മതി, ഒരു ജോലി വാങ്ങിക്കോളി, എന്നാലും ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടില്ല ജോലി എല്ലാ ഭാര്യമാരെയും ഭർത്താക്കന്മാർ നിലവുണ്ട്. ഭയങ്കര ഈഗോ കോൺഫ്ലിക്റ്റാ, പ്രൊഫഷണൽസ് ഇടയിൽ നല്ല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താ തോന്നാ, വിവാഹം എന്നത് ഒരു ചങ്ങലയാണ്, വിവാഹം എന്നത് ഒരു ദുരന്തമാണ്. ഒരുപാട് വിവാഹിക ജീവിതത്തിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോ എൻ്റെ 16 വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് 5 ഇളച്ചന്മാരുണ്ടായിരുന്നു, 2 നാത്തൂന്മാരുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ പഠിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ടാവാം, പക്ഷേ എൻ്റെ ഈ ഒരു നൃത്തം ഞാൻ ഇന്നിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ തറവാട്ടിൽ ഞാൻ എത്തിയത് കൊണ്ടാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, അങ്ങനത്തെ നെഗറ്റീവ് മെസ്സേജുകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത്. എനിക്ക് ഒരുപാട് സഫറിങ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ മാരിറ്റൽ ലൈഫിൽ, അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ആണ് മാരിറ്റൽ ലൈഫിൽ എന്നുള്ളത് നമുക്ക് തിയറി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആ അണ്ടർസ്റ്റാൻഡിങ്ങുള്ളിലും എന്തുണ്ട്, ചെറിയ ചെറിയ സഹനവും അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ട്. മാരിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്നത് മോഡേൺ സൈക്കോളജി പറഞ്ഞത് ഒരു വ്യക്തിയുടെ അഡാപ്റ്റീവ് കപ്പാസിറ്റിയാണ്. നിങ്ങൾക്ക് എത്ര IQ ലെവൽ ഉണ്ടെന്നോ, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പ്രൊഫഷണലി ഹൈ ആയിട്ടുണ്ടോ എന്നുള്ളതല്ല മാരിറ്റൽ ലൈഫിന്റെ സക്സസ് എന്ന് പറയുന്നത്.
നിങ്ങളുടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അതായത് ഒരു ബന്ധം ഉണ്ടാക്കാനും ആ ബന്ധം തുടർന്നു കൊണ്ടുപോകാനും, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെ അവസാനിപ്പിക്കാനുമുള്ള കഴിവാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് പലപ്പോഴും ഇന്ന് അവർക്ക് കിട്ടുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്, പല റീൽസുകളിൽ നിന്നാണ്. അയാൾ ടോക്സിക് ആണ്, അയാൾ നാർസിസ്റ്റ് ആണെന്ന് പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ കാണുന്ന റീൽസിനെയും റിയാലിറ്റിയെയും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം പലപ്പോഴും തകർന്നു പോകുമെന്നാണ് എനിക്ക് സഹോദരിമാരോട് പറയാനുള്ളത്. അതെ, ഇനി ഒരു സഫറിങ്ങിലേക്കാണ് നിങ്ങളുടെ ജീവിതം പോയെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇനി അത്യാവശ്യം പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അറിയിക്കണം. ബാത്റൂം കഴുകിയതും പുതിയാപ്പിള 2000 ചുരിദാറായി എടുത്ത് തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞതും മണാലിയിലേക്ക് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് കോട്ടക്കുന്നിലേക്കാണ് കൊണ്ടുപോയതൊന്നല്ല നിങ്ങൾ പറയേണ്ടത്. പകരം നിങ്ങൾ പറയേണ്ടത് അത്രക്കും ടോക്സിക് ആയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തിൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുമായി ഷെയർ ചെയ്യണം. ഞാൻ പല ഡിവോഴ്സുകളിലും കണ്ടിട്ടുള്ളത്, തുടക്കത്തിൽ പറയൂല. ഒരു പെൺകുട്ടി കുട്ടിക്കാലത്ത് വാപ്പയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കും. അത് കിട്ടാതെ വരുമ്പോൾ ആങ്ങളയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കും. അത് പിന്നെ കിട്ടാതാകുമ്പോൾ അത് എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ അടുത്ത് ഭർത്താവിൽ നിന്ന് ഇതെല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവൾ പോകുന്നത്. ആ പ്രതീക്ഷയും അസ്തമിച്ചു വരും. പിന്നെ മക്കളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രതീക്ഷകളെ കുറിച്ച് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിലി എന്ന ഫിലിമില് പറയുന്നൊരു വാക്കുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? ബാല്യം നന്നായാൽ കൗമാരം നന്നാവും, കൗമാരം നന്നാൽ യുവത്വവും നന്നാവും, യുവത്വം നന്നായാൽ വാർദ്ധക്യവും നന്നാവും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു പെൺകുട്ടിയെ വാല്യൂ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ വാല്യൂ ചെയ്യാം. അത് വാല്യൂ ചെയ്യാതെ ആ പെൺകുട്ടി നിങ്ങളുടെ വീടിനകത്ത് നല്ല സമാധാന അന്തരീക്ഷം കൊടുത്ത് നല്ല രീതിയിൽ വളർത്താതെ നിങ്ങൾ കല്യാണ അന്വേഷണം നടത്തുമ്പോൾ ആ പെൺകുട്ടിയോട് നിങ്ങൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ആ ചെക്കനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം, നല്ല ചെക്കനാണ്. ആർക്ക് നല്ല ചെക്കനാണ്? സൊസൈറ്റിക്കാണോ നല്ലത്? ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് നന്മ ഏതെന്ന് അറിയുകയുള്ളൂ. എനിക്കറിയാം പല കേസുകളിലും വായിന് കൈയിട്ടാൽ കടിക്കാത്ത ചെക്കന്മാരറിയാം. പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ഏത് നേരവും സെർച്ച് എഞ്ചിനും കൊണ്ട് നടക്കുന്നവരാണ്. നിങ്ങൾ സെർച്ച് ചെയ്യും. വ്യക്തിത്വ വൈകല്യമുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം മാതാപിതാക്കളോട്. പിന്നെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ, മാരിറ്റൽ ലൈഫിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ അത് പറഞ്ഞാൽ വിശ്വസിക്കാനോ കൂടെ നിൽക്കാനോ നിങ്ങളുടെ ഒരു കൂടെപ്പിറപ്പ് പോലും ഉണ്ടായിരിക്കലുമില്ല. മാരേജ് കഴിഞ്ഞിട്ട് എങ്ങനെയോ ഒരു 1-2 കുട്ടികളുണ്ടായി. അതിനുശേഷം അവസാന കാലത്തിലെ ഒരു തീരുമാനം എടുക്കാൻ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു താത്ത ചോദിക്കണ പെൺകുട്ടിയുടെ അടുത്ത്, എന്റെ മുന്നിൽ വെച്ചാ ചോദിച്ചത്, ഇപ്പൊ സെപ്പറേഷനിൽ നിൽക്കുമ്പോഴും നിന്റെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് നിനക്ക് പരാതി ഉണ്ടോ? നീ ഒറ്റയ്ക്കല്ലേ ജീവിക്കുന്നത് എന്ന്. കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ മറുപടി പറഞ്ഞത്, ഞാനിപ്പോ അയാളുടെ അഡ്രസ്സിലല്ല, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. ആ അപമാനമായിരുന്നു എന്നെ ഡിപ്രഷനിലേക്ക് എത്തിച്ചത്, അയാളുടെ അഡ്രസ്സിലാണെന്ന്. ഒരിക്കൽ പോലും പുറത്തുള്ള ഒരു ഭാര്യയുടെ ആവശ്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ജ്യേഷ്ഠത്തിമാരോട് പറയാനുള്ളത്, അങ്ങനെ ചോദിക്കരുത്. പല സഫറിങ്ങിന്റെ അന്ത്യത്തിലായിരിക്കും ചിലപ്പോൾ ഈ സ്ത്രീ നിങ്ങളോട് സങ്കടം പറഞ്ഞിട്ടുണ്ടാവുക. അതേപോലെ തന്നെ പുരുഷന്മാരുണ്ട്, മക്കളെ ഓർത്തിട്ട് സഹിച്ചുകൊണ്ട് ജീവിച്ച് അവസാനത്തിൽ പറയുമ്പോൾ ഇനി ഇപ്പം അതൊക്കെ നടക്കുമെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് ജീവിച്ചിട്ടെങ്കിലും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല. അതിനുള്ള അവസരമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ, മക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, ചിലരത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യണം. ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും സമാധാനം കിട്ടാത്ത പല ഉപ്പമാരെയും കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് അയാൾക്ക് കടിമൂത്തിട്ടല്ല, അതല്ല അവൾക്ക് കടിമൂത്തത് കൊണ്ടല്ല, അത് അത്രയും സാഹചര്യം അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. ഇനി നമ്മുടെ മക്കൾക്ക് അത് പ്രയാസമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരിക്കലും ഒരു ഡിവോഴ്സിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ, നിങ്ങൾ ഒരു സമാധാനം അടിയേണ്ടത് ഈ ലോകത്തെ ജീവിതമല്ല എൻ്റേത്. നമ്മൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് നൈമിഷികമായിട്ടുള്ളതാണ്, ഒരു താൽക്കാലിക ജീവിതമാണ്. പ്രഭാതമായാൽ പ്രദോഷത്തെയും പ്രദോഷമായാൽ പ്രഭാതത്തെയും നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് മതത്തിന്റെ വാക്താക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ
അടുത്ത ജീവിതത്തിൽ നമുക്ക് ആ പടച്ചോൻ ആ പ്രതിഫലം നൽകുമെന്നുള്ള ആ ഒരു രീതിയിൽ ഒരു രക്ഷയുമില്ലെങ്കിൽ നിങ്ങളത് മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോടും സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പല വാപ്പമാരും എൻ്റെ അടുത്ത് കുട്ടികളെ കൊണ്ടുവരും. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് വന്നത് സത്യത്തിൽ പറയാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭാര്യനോട് മരുമോളെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മരുമോൻ്റെ മക്കളെയൊക്കെ മുമ്പിൽ വെച്ച് എന്നോടൊന്ന് മാന്യമായി പറയാൻ സംസാരിക്കാൻ പറയോ? ഞാൻ കുറച്ച് നാട്ടിൽ തല ഉയർത്തി നടക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയാണ് വന്നത്. ഞാൻ കുട്ടിനെ പറഞ്ഞാലേ ഓള് പോരുള്ളൂ എന്ന് പറയും. അത്തരം ഘട്ടങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, പല കുടുംബം കലക്കിയ അസുഖങ്ങൾ ചിലപ്പോൾ ഉണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ പറഞ്ഞു, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഞാൻ അതൊന്നും വിവരിക്കുന്നില്ല. അത്തരം അസുഖങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സ്വഭാവ വൈകല്യങ്ങൾ കാണാറുണ്ട്. അത് നികത്താൻ പറ്റാത്തതാണെന്നുള്ളത് ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഒരു രോഗമാണെങ്കിൽ മരുന്ന് കൊടുക്കുക, ഒരു വ്യക്തിത്വ വൈകല്യമാണെങ്കിൽ പരിമിതികളുണ്ട്. അത് ഏത് കൗൺസിലിങ്ങിലൂടെയും മാറ്റിയെടുക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ തൈറോയിഡ് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള പലരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, PMS, PMD, പീരിയഡ്സിന്റെ തൊട്ട് മുമ്പായിട്ട് ഉണ്ടാകുന്ന പ്രീ മെനസ്ട്രൽ സിൻഡ്രോം, അതല്ലെങ്കിൽ പ്രീ മെനസ്ട്രൽ ഡിസ്ഫോറിക് സിൻഡ്രോം, ഇത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ആരെങ്കിലും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവട്ടെ. വ്യക്തമായ കൗൺസിലിംഗ്, വ്യക്തമായ ട്രീറ്റ്മെന്റ്. PMDD എന്ന് പറഞ്ഞാൽ സൈക്യാട്രിക് കണ്ടീഷനാണ്. വ്യക്തമായ മെഡിസിന്റെ സഹായത്തോടെ നിങ്ങളെ കുടുംബജീവിതത്തിൽ നിങ്ങൾ സമാധാനം നിലനിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.